ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തെ അറിയിക്കുന്നു. നവീകരണ ശബ്ദം വോയിസ് ഓഫ് റിഫോർമേഷൻ എന്ന ഈ ചാനലിലേക്ക് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു മൂലക്കല്ലും തന്റെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന കല്ലുകളുമായി പണിതുകൊണ്ടിരിക്കുന്ന ക്രിസ്തീയ സഭ, അതിന്റെ യഥാർത്ഥ ചിത്രവും ചരിത്രവും നാം പുതിയ നിയമ വചനങ്ങളിൽ കാണുന്നു. ആ വചനത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്ന ക്രിസ്തീയ മണ്ഡലത്തെ ഒരു സ്വയം ശോധനയ്ക്ക് ആഹ്വാനം ചെയ്യുവാൻ ലക്ഷ്യമിട്ടുള്ള ഈ ചാനലിൽ ഇന്ന് പതിവ് വിഷയങ്ങളിൽ നിന്ന് മാറി സകല മനുഷ്യരും വളരെ അത്യാവശ്യമായും വളരെ ഗൗരവമായും അറിഞ്ഞിരിക്കേണ്ട ഒരു തിരുവചന സത്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നും വ്യത്യാസമില്ല. മനുഷ്യൻ, ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ വഴിയിലേക്ക്, ആ ഒരു അനുഗ്രഹത്തിന്റെ പാതയിലേക്ക് എല്ലാ മനുഷ്യരും കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എന്റെ ഹൃദയം വല്ലാതെ ത്രസിക്കുവാനിടയായി. കാരണം മതങ്ങളുടെയോ ജാതിയുടെയോ വർണ്ണ വർഗ വ്യത്യാസങ്ങളുടെയോ പരിധികളില്ലാതെ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ, മതത്തിൽ ചേരുവാനല്ല, ഈ ഭൂമിയിൽ ഒരു വലിയ മതസംവിധാനം കെട്ടിപ്പടുത്ത് അതുകൊണ്ട് എന്തെങ്കിലും സാധിക്കും എന്നുള്ള വ്യർത്ഥമായ വ്യാമോഹമല്ല, സത്യ ദൈവം സത്യമായി ആഗ്രഹിക്കുന്നത് സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. ഇത് സത്യദൈവത്തിന്റെ ആഗ്രഹമാണ്. അതിന്റെ 15-16 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അവിടെ കാണുവാൻ കഴിയുന്നു. ആ സത്യം എന്താണ്? ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. അപ്പൊ ദൈവം ഒരുവനേ ഉള്ളൂ. ആ ഏക സത്യ ദൈവം ഈ ഭൂമി മനുഷ്യന് പാർക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് ഒരു മനുഷ്യനിൽ നിന്ന് ഈ ഭൂമിയിലെങ്ങും പെരുകി വർദ്ധിച്ച് ജീവിക്കുവാൻ മനുഷ്യനെ ഉണ്ടാക്കി. ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥ ഇതുപോലെ ആയിരുന്നില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്റെ ഓർമ്മയിൽ ഒരു 10-50 വർഷത്തിന്റെ
പിറകിലേക്കൊന്ന് പോയാൽ ഈ ഭൂമിയുടെ അവസ്ഥ ഇതുപോലെ ആയിരുന്നില്ല. എന്റെ അനുഭവത്തിൽ അന്നും ഇന്നും നോക്കുമ്പോൾ വളരെ പ്ലസന്റ് ആയിട്ടുള്ള കാലാവസ്ഥകളും വളരെ സമയബന്ധിതമായിട്ടുള്ള കാലാവസ്ഥാ ക്രമീകരണങ്ങളും ലോകത്തിന്റെ ഫലഭൂയിഷ്ഠതയും എത്ര മനോഹരമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നാൽ എന്നേക്കാൾ പ്രായമുള്ളവർക്ക് അതിൽ കൂടെ കുറച്ചുകൂടെ അങ്ങോട്ട് ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് അവർക്ക് ആരോഗ്യകരമായ അനുഭവങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഈ ഭൂമി ഇന്ന് നാം കാണുന്നത് പോലെ അല്ലായിരുന്നു ഭൂമിയുടെ പ്രകൃതി. വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി അത് നമ്മോട് പറയുന്നു. ദൈവം ഭൂമിയെ മനുഷ്യന് പാർക്കുവാൻ വേണ്ടി ഉണ്ടാക്കി, വളരെ മനോഹരമായ ഒരു ഭവനം പോലെ. ഈ ഭൂമി മുഴുവനും നല്ല പച്ചപ്പരവതാനി പോലെ പുല്ല് വിരിച്ച് ഒരു വീടിന്റെ ആവശ്യം ഇല്ലാതിരിക്കത്തക്കവണ്ണം മഴയോ കഠിനമായ ചൂടോ ഇല്ലാതെ കാലാവസ്ഥാ ക്രമീകരണങ്ങൾ ഒരു എയർ കണ്ടീഷൻ വീട് പോലെ ക്രമീകരിച്ച് മനുഷ്യന് ഇന്നത്തെ പോലെ പാചകത്തിന്റെ ആ പരാധീനതകളില്ലാതെ നല്ല ഫലങ്ങൾ ഭക്ഷിച്ച് ആരോഗ്യവാനായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സാദൃശ്യവും സ്വരൂപവും എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ കയ്യോ കാലോ ഉള്ള ഒരവസ്ഥയിലല്ല. ദൈവം ആത്മാവാണ്. ദൈവം ആത്മജീവിയാണ്. ദൈവത്തെ ആർക്കും മനുഷ്യ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. എന്നാൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ലോക പ്രപഞ്ച സംവിധാനങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. ഒരു മനോഹരമായ ഭവനം, അതിന്റെ വിദഗ്ധ എഞ്ചിനീയർ വളരെ മനോഹരമായി സൗകര്യപ്രദമായി ഒരു കുറവും ആർക്കും പറയുവാനില്ലാതെ നിർമ്മിച്ച്, അങ്ങനെയൊക്കെ നമ്മുടെ ഇന്നത്തെ പരസ്യങ്ങളിലൊക്കെ എത്രയോ മനോഹരമായ ഭവനങ്ങൾ കാണാറുണ്ട്. അങ്ങനെ ആ ഭവനം പോലെ ജ്ഞാനത്തിന്റെ ഉറവിടമായ ദൈവം, ആ ദൈവം ഈ ഭൂമിയെ മനുഷ്യന് പാർക്കുവാൻ തക്ക യോഗ്യമായി ക്രമീകരിച്ചു. അവന് വേണ്ടുന്നതെല്ലാം നൽകി. ഇന്നുള്ളതുപോലെ ഇതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിലൊക്കെയുള്ള അനേകം മൃഗജാലങ്ങൾ അന്നുണ്ട്. സിംഹവും കരടിയും പുലിയും ആനയും എല്ലാം ഉണ്ട്. എന്നാൽ കേവലം മനുഷ്യന്റെ മുൻപിൽ ഇവയൊക്കെ വെറും ഓമന മൃഗങ്ങളായി മനുഷ്യനെ ലാളിക്കുവാൻ തക്കവിധം മനുഷ്യന്റെ ഈ ഭൂമിയുടെ വാഴ്ചയോട് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ദൈവത്തിന്റെ മക്കളായി ദൈവത്തെ പോലെ സത്യം, നീതി, വിശുദ്ധി എന്നീ പ്രകൃതിയാൽ അല്ലെങ്കിൽ സ്വഭാവത്താൽ അല്ലെങ്കിൽ രൂപഭാവങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തനിക്ക് ദൈവം നൽകിയിരുന്ന നന്മ തിന്മകൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വതന്ത്ര ഇച്ഛാശക്തി എന്ന കഴിവ് പിശാച് എന്ന ആത്മമണ്ഡലത്തിലെ ദൈവത്തിന്റെ ശത്രുവായി പ്രവർത്തിക്കുന്ന, ദൈവത്തിന് ശത്രുവോ എന്ന് ചോദിച്ചേക്കാം,
അതായത് ദൈവത്തോട് പാപം ചെയ്ത ആത്മജീവികളായ ദൂതഗണത്തിന്റെ ഒരു സഞ്ചയം ദൈവം അവർക്കു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയെന്ന നിത്യനരകത്തിലേക്ക് അവരെ വിധിച്ച് അവരെ ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ഈ പിശാച് ഈ മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു വരികയും ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. മനുഷ്യൻ അവന്റെ കണ്ണിന്റെ മോഹം, അവന്റെ ജഡത്തിന്റെ മോഹം, അവന്റെ ജീവിതത്തിന്റെ ആഡംബരത്തിന്റെ മോഹം, ഇങ്ങനെ ഈ 3 മണ്ഡലങ്ങളിൽ ഈ പിശാച് മനുഷ്യനെ പരീക്ഷിച്ചു. ദൈവം അത് അനുവദിച്ചു. കാരണം തന്റെ മക്കളാണ്, ഇവൻ എന്ത് ചെയ്യുമെന്ന് കാണുവാൻ. പക്ഷെ മനുഷ്യന് നന്മയും തിന്മയും തെരഞ്ഞെടുക്കാനുള്ള സ്വതന്ത്രമായ ഇച്ഛാശക്തി ഈ പിശാചിന്റെ വഞ്ചനയുടെ വാക്കുകളുടെ മുൻപിൽ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പിശാചിന്റെ വാക്കുകളെ അനുസരിക്കുവാനിടയായി. അങ്ങനെ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമി, അതിന്റെ എല്ലാ സൗകര്യങ്ങളും മനോഹാരിതയും ദൈവത്താൽ ശപിക്കപ്പെടുവാനിടയായി. മനുഷ്യനിൽ മരണം കടന്നു വരുവാനിടയായി തീർന്നു. കാരണം മനുഷ്യൻ അവന്റെ ഈ പാപ പ്രകൃതിയിൽ അവന്റെ ഉള്ളിലേക്ക് പാപം കടന്നു. എന്ന് വെച്ചാൽ പിശാച് മനുഷ്യനെ വഞ്ചിച്ച് അവന്റെ സ്വതന്ത്ര ഇച്ഛാശക്തിയിൽ ദൈവത്തെ, പിതാവിനെ അനുസരിക്കേണ്ടതിന് പകരം പിശാചിനെ അനുസരിച്ചപ്പോൾ പിശാചിന് കീഴ്പ്പെടുകയും ഈ പിശാചിന്റെ നിയന്ത്രണത്തിലും ആത്മമണ്ഡലത്തിൽ, മാനസിക മണ്ഡലത്തിൽ മനുഷ്യൻ പിശാചിന്റെ അടിമയായി തീർന്നു. പൈശാചിക സ്വഭാവങ്ങൾക്ക് അവൻ വിധേയനായി തീർന്നു. അന്നു മുതൽ ദൈവം മനുഷ്യന് ഒരു ശിക്ഷ വിധിച്ചു, മരണം. കാരണം മനുഷ്യൻ ഈ പാപിയായ അവസ്ഥയിൽ മരണം കൂടാതെ ഇരുന്നാൽ ലോകത്തിന്റെ ആ സ്ഥിതി ദൈവം ഈ ഭൂമിയെ സമ്പൂർണമായി നശിപ്പിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നാൾ വരെ അത്യധികം ദുസ്സഹമായി തീരുവാൻ ഇടയുള്ളതുകൊണ്ട് ഓരോ തലമുറയിലും ദൈവം മരണം മനുഷ്യന് കൊടുത്തു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ, ഇന്നത്തെ ഈ കൊലയാളികളും വഞ്ചകരും മദ്യപാനികളും ഉഗ്രന്മാരും ഭീകരന്മാരും ഒക്കെ മരണം കൂടാതെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ ഗതി എന്താകും? മരണം ഇന്ന് മനുഷ്യന് ഒരു അനുഗ്രഹമായിട്ടാണ് ദൈവം നൽകിയത്. എന്നാൽ മരണത്തിന്റെ ശേഷം സകല മനുഷ്യർക്കും ഒരു ന്യായവിധി ദൈവം വച്ചിട്ടുണ്ട്. പിശാചിന്റെ ഈ വഞ്ചനയാൽ പരാജയപ്പെട്ട മനുഷ്യൻ അവന്റെ ദൈവം നൽകിയിരിക്കുന്ന തിരിച്ചറിവ്, ബുദ്ധി ഉപയോഗിച്ച് പ്രപഞ്ചത്തിന്റെ ഉടയവനായ, നമ്മെ അതിശയവും ഭയങ്കരവുമായി സൃഷ്ടിച്ചിരിക്കുന്ന ഏക സത്യ ദൈവത്തെ അറിയുവാൻ തന്റെ വിവേകവും വിവേചനാശക്തിയും തന്റെ ജ്ഞാനവും എല്ലാം ഉപയോഗിച്ച് ഈ ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും
ചെയ്ത് ജീവിക്കുന്നു എങ്കിൽ മരണാനന്തരം അവന് ഒരു നിത്യ ജീവൻ, നിത്യ സ്വർഗം എന്ന ഒരു അവകാശം, ഒരു പദവിയിലേക്ക് അവന് പോകുവാൻ കഴിയും. അതല്ല, പിശാചിന്റെ അടിമയിലായിരിക്കുന്ന ഈ മനുഷ്യവർഗം തങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് ഈ ഏക സത്യ ദൈവത്തെ ഗണ്യമാക്കാതെ ജീവിക്കുന്നു എങ്കിൽ മനുഷ്യനെ വഞ്ചിച്ച പിശാചിന് ദൈവം ഒരുക്കിയിരിക്കുന്ന തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയാകുന്ന നിത്യശിക്ഷാവിധിയിലേക്ക് ഈ പിശാചിനോടൊപ്പം മനുഷ്യവർഗവും പോകേണ്ടി വരും. ഇങ്ങനെ ദൈവം ലോകത്തിൽ മനുഷ്യന് ഈ സത്യദൈവത്തെ അറിയിച്ചു കൊടുക്കുവാൻ ദൈവം ആദിയിൽ അബ്രഹാം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വിളിച്ചു. അതിനു മുൻപ് ഓരോ തലമുറയിലും ഓരോ മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യൻ സത്യദൈവത്തെ സേവിക്കുകയും താൻ പോകുന്നിടത്തെല്ലാം സത്യദൈവത്തിന് വേണ്ടി നിൽക്കുകയും ചെയ്തു. അവരുടെ പിന്തുടർച്ചക്കാരാണ് ഇന്ന് യഹൂദന്മാർ അഥവാ ഇസ്രായേൽ എന്ന് പറയുന്ന വർഗം. അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചത്, ദൈവം അവർക്ക് ഈ സത്യദൈവത്തിന്റെ പാത കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ സകല ജാതികളുടെയും ഇടയിൽ എന്റെ സാക്ഷികളാകണം. പക്ഷേ പിൽക്കാലത്ത് അവർ പരാജയപ്പെട്ടു. അവർ യഹൂദ മതമെന്ന ഒരു മതം, അതിനോടനുബന്ധിച്ചൊരു ദൈവാലയമൊക്കെ ഉണ്ടാക്കിയിട്ട് സകല ജാതികളും ഈ സത്യദൈവത്തെ അറിയുവാൻ അവരിൽ കൂടി ആഗ്രഹിച്ച ആ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ കഴിയാതെ അവർ പരാജയപ്പെട്ടു. അവർ ഒരു മതചടങ്ങുകളുമായി തങ്ങളുടെ മത അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി. അപ്പോൾ ദൈവം അവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് സകല ജാതികൾക്കും ഈ രക്ഷ വരേണ്ടതിനു വേണ്ടി മതപരമായിരിക്കുന്ന യാഗങ്ങൾ, ഉത്സവങ്ങൾ, നേർച്ചകൾ എല്ലാം യഹൂദന് കൊടുത്തിരുന്നത് മുഴുവൻ ദൈവം മാറ്റിയിട്ട് ലോകത്തിന് മുഴുവനും രക്ഷ വരുവാൻ, കാരണം സമയം വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമി ഇതുപോലെ എക്കാലത്ത് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല. ഭൂമിയുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിക്കുള്ള സമയം ഏതാണ്ട് വളരെ ചടുതിയോടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപ് മനസ്സുള്ള എല്ലാ മനുഷ്യർക്കും രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഒരു വഴിയൊരുക്കി. ആ വഴി മറ്റൊന്നുമല്ല, ഈ ലോകത്തിൽ ദൈവത്താൽ ശപിക്കപ്പെട്ട പാപമംഗലമായ ഈ ലോകത്തിൽ പരിശുദ്ധനായ ദൈവത്തിന് മനുഷ്യന്റെ പാപത്തിന് പകരം ദൈവമുൻപിൽ പ്രായശ്ചിത്തമായി അർപ്പിക്കുവാൻ പര്യാപ്തമായ വിശുദ്ധമായ ഒരു വസ്തുവോ ഒരു വ്യക്തിയോ ഒരു പുണ്യസ്ഥലമോ ഈ ലോകത്തിൽ ഇല്ല. എല്ലാം ദൈവശാപത്തിന് ഇരയായത് മാത്രമാണ് ലോകത്തിലുള്ളത് മനുഷ്യന്റെ നിമിത്തം. ഇങ്ങനെ ദൈവസന്നിധിയിൽ മനുഷ്യന്റെ നേർച്ച, കാഴ്ച, കർമാദികൾക്കൊന്നും അവന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപപ്രകൃതിയിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ കഴിവില്ലാതെ മനുഷ്യൻ ഈ മതകർമ്മങ്ങളെല്ലാം ചെയ്യുകയും പിന്നെയും പാപത്തിന്റെ പ്രകൃതിയിൽ ജീവിക്കുകയും ചെയ്ത് മരിച്ച് ദൈവത്തിന്റെ ശിക്ഷാവിധിക്ക് ഓഹരിക്കാരായി തീരുന്ന ആ വലിയ ദാരുണമായ അവസ്ഥ കണ്ട് മനസ്സലിഞ്ഞ മാനവവർഗത്തിന്റെ പിതാവായ ദൈവം തന്നിൽ നിന്നും പാപത്താൽ നഷ്ടപ്പെട്ടുപോയ മനുഷ്യനെ രക്ഷിക്കുവാൻ, സൗജന്യമായി രക്ഷിക്കുവാൻ ഒരു വഴി ഒരുക്കി.
പാപമില്ലാത്ത ഒരു പ്രായശ്ചിത്ത യാഗം ദൈവത്തിന്റെ മുൻപിൽ മനുഷ്യവർഗത്തിന് വേണ്ടി നടക്കണമായിരുന്നു. അതിന് ലോകത്തിൽ ഒന്നുമില്ല. അങ്ങനെയാണ് പിതാവായ ദൈവം തന്റെ വചനമായ യേശുക്രിസ്തുവിനെ ജഡത്തിൽ ലോകത്തിലേക്ക് അയച്ചു. തന്റെ പുത്രനായി ലോകത്തിലേക്ക് അയച്ചു. അത് മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ജനിച്ച ഒരാളല്ല യേശുക്രിസ്തു. ദൈവത്തിന്റെ വചനം ജഡമായി തീർന്നു. അങ്ങനെ പാപമില്ലാത്തവനായി ലോകത്തിൽ ജനിച്ച് ഈ മനുഷ്യനായ യേശുക്രിസ്തുവിനെയും ആദി മനുഷ്യനെ 3 മണ്ഡലങ്ങളിൽ തന്റെ കണ്ണുകൾക്ക് ഇമ്പം വരത്തക്ക പാപമോഹങ്ങൾ, തന്റെ ജഡത്തിന്റെ ആസ്വാദനത്തിനുള്ള പാപമോഹങ്ങൾ, തന്റെ ജീവിത ആഡംബരത്തിന് വേണ്ടിയുള്ള മോഹങ്ങൾ, ഈ 3 മണ്ഡലങ്ങളിലും ഈ പിശാച് ഈ മനുഷ്യനായ ജനിച്ച യേശുക്രിസ്തുവിനെയും പരീക്ഷിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ യേശുക്രിസ്തു ഈ 3 പരീക്ഷകളിൽ മേലും വിജയം പ്രാപിച്ച ഒരു പൂർണ്ണ മനുഷ്യനായി ലോകത്തിൽ ജീവിച്ചു. എന്നിട്ട് താൻ ജീവിച്ചിരുന്ന കാലം മുഴുവനും സത്യ ദൈവം ആരാണെന്നും ആ ദൈവത്തെ എങ്ങനെ മനുഷ്യൻ പ്രസാദിപ്പിക്കാമെന്നും ആ ദൈവത്തിന്റെ നിത്യമായ പദ്ധതികളെക്കുറിച്ചും മനുഷ്യന് ഉപദേശിച്ചു കൊടുത്തു. താമസമില്ല, ഈ ലോകത്തിലെ ഒരു യുഗം അവസാനിക്കാൻ പോവുകയാണ്. ഈ മനുഷ്യയുഗം, അതായത് ഈ യുഗത്തിന് ഒരു തിരശ്ശീല വീഴാൻ പോവുകയാണ്. ഇന്ന് നാം കാണുന്ന യുദ്ധങ്ങളും സാങ്കേതിക വളർച്ചകളും സകലതും ഈ അവസാനത്തിന്റെ ഒരു പെരുമ്പറ മാത്രമാണ്. എന്നാൽ ഇതിനുശേഷം ഇതേ ഭൂമിയിൽ ഈ മനുഷ്യനായി ജനിച്ച് യേശുക്രിസ്തു രാജാവായി ഈ ലോകത്തെ 1000 വർഷം ഭരിക്കും. അന്ന് ലോകത്തിന് നീതിയുള്ള ഭരണം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇടയായി തീരണം. അതിനുവേണ്ടി ദൈവം ഒരു സമയം വച്ചിട്ടുണ്ട്. ഇങ്ങനെ സത്യദൈവത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിച്ച കർത്താവായ യേശുക്രിസ്തു തന്റെ ജീവിത അവസാനത്തിൽ നിശ്ചയിക്കപ്പെട്ട സമയം തന്നെ തനിക്കെതിരെ വന്ന മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് മാനവവർഗത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തമായി പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമായി തീരേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്തു. അവർ യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച് കൊന്നു. യേശുവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്: ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തു മരിച്ചു, തന്നെ ഒരു കല്ലറയിൽ അടക്കി. എന്നാൽ താൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതുപോലെ തന്റെ കല്ലറ അന്നത്തെ ഗവൺമെന്റും അന്നത്തെ മതവും ചേർന്ന് അവരാൽ ആവോളവും സുരക്ഷിതമായി ഭദ്രമായി അടച്ചു സൂക്ഷിച്ചെങ്കിലും നിശ്ചയിക്കപ്പെട്ട 3-ാം ദിവസം യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം 40 ദിവസങ്ങളോളം തന്റെ ശിഷ്യവൃന്ദത്തിന് പ്രത്യക്ഷമായി സ്ഥാപിക്കാൻ പോകുന്ന ദൈവരാജ്യത്തെക്കുറിച്ചും
ഈ ദൈവരാജ്യത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കാമെന്നുള്ള സുവിശേഷത്തിന്റെ വചനങ്ങളെ സകല ലോകത്തോടും പ്രസംഗിക്കണമെന്നും പ്രേരണയാലല്ല, പ്രേരിപ്പിച്ചല്ല, മതം മാറ്റമല്ല, സകലരോടും ഈ സുവിശേഷം നല്ല വർത്തമാനം അറിയിക്കണം. ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർ രക്ഷ പ്രാപിക്കും സൗജന്യമായി എന്ന് അവരോട് പറഞ്ഞിട്ട് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. യേശുക്രിസ്തു അവരോട് പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വന്ന് നിങ്ങളെ, എന്ന് വെച്ചാൽ ഈ യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണം, ഞാൻ പാപിയായതുകൊണ്ടാണ് യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചത് എന്ന് വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ യേശുവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ ആ യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത ഉപദേശങ്ങൾ, വിശുദ്ധിയുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പ്രമാണിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും, നിങ്ങളെ എന്ന് പറഞ്ഞതാണ്, എന്റെ അടുക്കൽ ചേർക്കുവാൻ ഞാൻ വീണ്ടും വരും എന്ന് അരുളി ചെയ്തിട്ടാണ് യേശു പോയത്. ആ യേശുവിന്റെ മടങ്ങിവരവിന്റെ സമയങ്ങൾ സമാഗതമായിരിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ വിശുദ്ധ ബൈബിളിൽ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഒരു കൈയിൽ ബൈബിളും മറുകൈയിൽ ആനുകാലിക വാർത്താ മാധ്യമങ്ങളും വെച്ച് നാം പരിശോധിച്ചാൽ യേശുക്രിസ്തു തന്റെ ജനത്തെ ചേർക്കുവാൻ വരുവാൻ സമയമായിരിക്കുന്നു എന്ന് ഏതൊരു വ്യക്തിക്കും വ്യക്തമായി മനസ്സിലാക്കും. അങ്ങനെ ശിഷ്യന്മാർ ലോകം മുഴുവനും പോയി യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവം കർത്താവിനോട് അരുളിച്ചു. അങ്ങനെ പ്രസംഗിച്ച ഒരു സത്യത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു തിരുവചന ഭാഗം, ഈ സത്യം നിങ്ങളോട് പറയുന്നത്. തിരുവചനത്തിൽ, വിശുദ്ധ ബൈബിൾ മാത്രം വളരെ ഏകപക്ഷീയമായി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന അനേക സത്യങ്ങളുണ്ട്, മാറ്റമില്ലാത്ത സത്യങ്ങൾ. ആ സത്യങ്ങളിൽ ഒരു സത്യമാണ് ഈ 12 അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറെ ഒരു നാമവും ഇല്ല. മറ്റൊരുത്തനും രക്ഷയില്ല എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു പ്രയാസം തോന്നിയേക്കാം. പക്ഷേ രക്ഷ, നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കൂ. നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ എത്രയെത്ര മനുഷ്യർ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന് മദ്യപാനം, വ്യഭിചാരം, കവർച്ച, ലോകത്തിന്റെ തകർച്ചകൾ, രോഗങ്ങൾ, കഷ്ടങ്ങൾ, നിരാശകൾ, ഇവയുടെയൊക്കെ നീർച്ചുഴിയിൽപ്പെട്ട് നഷ്ടം തിരിഞ്ഞ് എത്രയോ സഹോദരങ്ങൾ, ഒരുപക്ഷെ എന്നെ കേൾക്കാൻ നിങ്ങളുടെ ബന്ധത്തിലുള്ളവർ ഉണ്ടായിരിക്കാം. അവർക്കാരും ഒന്നും കൊടുത്തിട്ടല്ല, മതം മാറ്റുവാൻ പ്രേരിപ്പിച്ചിട്ടല്ല. അവരെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരുവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആ യേശുക്രിസ്തുവിൽ അവരുടെ വിശ്വാസം അർപ്പിച്ചപ്പോൾ മരണത്തെ ജയിച്ച് ജീവിക്കുന്ന യേശു അവരുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുവാനിടയായി തീർന്നു. അവർക്കുണ്ടായ എന്തെങ്കിലും ഭൗതിക ഐശ്വര്യങ്ങൾ മാത്രമല്ല, അവരുടെ ആത്മാവിന്റെ നിത്യജീവനാണ് ഏറ്റവും പ്രധാനമായത്. ബാക്കിയുള്ളതൊക്കെ അതിനോടനുബന്ധിച്ച് ദൈവം തന്റെ കരുണയാൽ മനുഷ്യർക്ക് നൽകുന്നതാണ്. നിത്യജീവനാണ് ഏറ്റവും വലുത്. ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത്. നിങ്ങളൊരു മുസൽമാനോ ഹിന്ദുവോ ക്രൈസ്തവനോ ആരോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരു പാപിയാണെങ്കിൽ നിശ്ചയമായി മരണത്തിനപ്പുറം ഒരു ന്യായവിധി, ഒരു നിത്യ നരകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ കരുണയുള്ള ദൈവം നമ്മോടുള്ള സ്നേഹത്തിന്റെ ആധിക്യത്തിൽ മനുഷ്യവർഗത്തിന് വേണ്ടി തുറന്നിരിക്കുന്ന ഏക സത്യമാർഗമാണ് യേശു ക്രിസ്തു. യേശു ലോകത്തിലായിരുന്നപ്പോൾ ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇവിടെ നാം വായിച്ചത് മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്ന ഒരേ ഒരു രക്ഷകൻ യേശു മാത്രം. അനേകർ ഈ ലോകത്തിലേക്ക് വന്നിട്ടുണ്ട്. ഓരോ മതങ്ങൾക്കും അവരുടേതായ അവകാശവാദങ്ങളുണ്ട്. നല്ലവരെ ചേർത്ത് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാൻ, ഏക ദൈവത്തിന്റെ പ്രതിനിധിയായി വന്ന് ലോകത്തിലെ സാധാരണ മനുഷ്യന്റെ ധാർമ്മിക ബോധത്തെ പോലും ലജ്ജിപ്പിക്കുമാറ് അധർമ്മത്തിന്റെയും പാപത്തിന്റെയും കൂത്തരങ്ങായി ലോകത്തിൽ ജീവിച്ച് ലോകത്തിൽ നാശത്തിന്റെ വിത്ത് വിതച്ച ദൈവത്തിന്റെ പേരിൽ വന്ന ആളുകൾ വരെ ലോകത്തിലുണ്ട്. അതുകൊണ്ടാണ് ദൈവം യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ മനുഷ്യനോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നിന്ന് മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി രാഷ്ട്ര സ്വാതന്ത്ര്യങ്ങൾ നേടിയെടുത്തെങ്കിലും മനുഷ്യൻ സ്വതന്ത്രനാണോ? നിങ്ങൾ ചിന്തിക്കണം. മനുഷ്യനെ ഒരിക്കൽ വഞ്ചനയിൽ അടിമപ്പെടുത്തിയ പിശാചിന്റെ ആ പ്രകൃതിയിൽ മനുഷ്യൻ ഇന്നും ബന്ധിതനാണ്. പാപത്തിന്റെ മോഹങ്ങൾ, പാപ സ്വഭാവങ്ങൾ, മദ്യപാനത്തിന്റെയും വ്യഭിചാരത്തിന്റെയും കൊലപാതകത്തിന്റെയും ആസക്തികൾ, ഉഗ്രമായ മാനസിക അവസ്ഥകൾ, വൈരാഗ്യങ്ങൾ, മതവെറികൾ, ഇങ്ങനെ പൈശാചികമായ പാപ ബന്ധനങ്ങൾ ഇന്നത്തെ മനുഷ്യ സമൂഹത്തെ അടിമപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ടാണ് നാം എല്ലാവരും സനാതനത്വവും ലോകത്തിലെ ധാർമ്മികതയും ഒക്കെ നാം വിളിച്ചു പറയുന്നത്. നാം എല്ലാം ഇത് വിളിച്ചു പറയുന്നത് എത്രയോ അസത്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ, വിശുദ്ധ ബൈബിൾ പറയുന്നു, ഞാൻ പാപികളെ തേടിയാണ് ലോകത്തിലേക്ക് വന്നത്. പാപികൾക്ക് രക്ഷ പ്രാപിക്കുവാൻ ഒരേ ഒരു രക്ഷാമാർഗം യേശുക്രിസ്തു മാത്രമാണ്. വിശുദ്ധ ബൈബിളിൽ തിമോത്തിയോസ് എന്ന് പറയുന്ന ആ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നു. ക്രിസ്ത്യാനികളെയോ യഹൂദന്മാരെയോ രക്ഷിക്കാനല്ല, പാപികളായി ആരൊക്കെയുണ്ടോ അവർക്ക് ദൈവത്തിന്റെ മുൻപിൽ പ്രായശ്ചിത്തമായി തീർന്ന ഒരേ ഒരു രക്ഷകൻ യേശു മാത്രം. സ്നേഹിതരെ, വിശുദ്ധ ബൈബിൾ തുറന്നു പറയുന്നു, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ
മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. നാം രക്ഷിക്കപ്പെടുവാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു രക്ഷയല്ല. രക്ഷയെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിവില്ലാതിരിക്കുമ്പോൾ എന്നെ വന്ന് പൊക്കിയെടുത്ത് രക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ എനിക്ക് എനിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹം ഉണ്ടായിരിക്കുകയും എനിക്ക് രക്ഷപ്പെടാൻ കഴിവില്ലാതെയും ഇരിക്കുമ്പോൾ എന്റെ സമ്മതത്തോടുകൂടി ആവശ്യത്തോടുകൂടി എന്നെ ഒരാൾ രക്ഷിക്കുന്ന പ്രക്രിയയ്ക്കാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ഈ രക്ഷ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ, സത്യം അറിയുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പാപത്താൽ, പാപസ്വഭാവത്താൽ, പൈശാചികതയാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യനെ നോക്കി യേശു പറയുകയാണ്, നിങ്ങൾ സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യേശു ക്രിസ്തുവാണ് ആ സത്യം. ആ യേശുവിനെ നിങ്ങൾ അറിഞ്ഞാൽ, യേശുവിനെ നിങ്ങൾ വിശ്വസിച്ചാൽ നിശ്ചയമായി പാപത്തിന്റെ പൈശാചിക കെട്ടുകളിൽ നിന്ന് യേശു നിങ്ങളെ സ്വതന്ത്രരാക്കി രക്ഷിക്കുവാൻ മതിയായവനാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഞാൻ എന്റെ വാക്കുകളോടെ അവസാനിപ്പിക്കട്ടെ. മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറെ ഒരു നാമവുമില്ല. അവിടെ ആ നൽകപ്പെട്ട എന്നുള്ള പദം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ സത്യ ദൈവത്താൽ മാനവവർഗത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു മാർഗം യേശു മാത്രമാണ്. നൽകപ്പെട്ട എന്ന വാക്കിന്റെ അർത്ഥം ആരാണ് നൽകുന്നത്? ഈ ഭൂമിയെ, അഖിലാണ്ടത്തെ, എന്നെയും നിങ്ങളെയും, മനുഷ്യന് ദൃശ്യമായതും അദൃശ്യമായതും മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ മനുഷ്യവർഗത്തിന്റെ പിതാവായ സകലത്തിന്റെ ഉടയവനായ ഏക സത്യ ദൈവം, ആ ദൈവത്താൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരൊറ്റ വഴി, ഓതറൈസ് ആയിട്ടുള്ള ഒരൊറ്റ വഴി യേശുക്രിസ്തു മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഒരു പാപിയായി ജീവിക്കുന്നുവോ? ഹൃദയത്തിൽ മരണശേഷം എന്തായിത്തീരും എന്നുള്ള ഒരു അറിവ് നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? അതോ നാം വെറുതെ ഈ ഭൂമിയിൽ ജനിച്ച്, വെറുതെ ജീവിച്ച്, വെറുതെ മരിക്കുകയാണോ? ഒരിക്കലും അല്ല. വിശുദ്ധ ബൈബിൾ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. സകല മനുഷ്യരും ഒരു നാൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ സിംഹാസനത്തിന്റെ മുൻപിൽ വരേണ്ടി വരും. അല്ലെങ്കിൽ ദൈവം അനീതിയുള്ളവനാണ്. കാരണം ഇവിടെ മതത്തിന്റെ പേരിലും പണത്തിന്റെ പേരിലും ജഡമോഹത്തിന്റെ പേരിലും പാപം ചെയ്ത് മനുഷ്യനെ കൊന്ന് വഞ്ചിച്ച് പണത്തിന്റെ പെരുപ്പത്തിൽ ആധിക്യങ്ങൾ ഉണ്ടാക്കി ഈ ലോകത്തിൽ സകല ദുർമാർഗത്തിലും ജീവിക്കുന്ന മനുഷ്യൻ ഈ ലോകത്തിൽ മരണം കൊണ്ട് രക്ഷപ്പെട്ടുവെന്ന് ചിന്തിക്കുന്നെങ്കിൽ ദൈവം നീതിയുള്ളവനല്ല. വളരെ വ്യക്തമായി ദൈവം പറയുന്നു, മരിച്ച യാവാലവൃദ്ധം മനുഷ്യരും ഒരു നാൾ ദൈവത്തിന്റെ ന്യായവിധിയുടെ സിംഹാസനത്തിന്റെ മുൻപിൽ വരികയും അവനവന്റെ ജീവിതത്തിന്റെ കണക്ക് പറയുകയും ദൈവത്തിന്റെ ഈ രക്ഷയുടെ ആനുകൂല്യം നിരസിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യൻ ദൈവത്തിന്റെ കരുണയില്ലാത്ത ന്യായവിധിക്ക് ഓഹരിക്കാരനായി മനുഷ്യൻ
മനുഷ്യനെ വഞ്ചിച്ചിരിക്കുന്ന പിശാചിന്റെ ആ ന്യായവിധിയിലേക്ക്, തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് പോകേണ്ടി വരും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. ഈ ദൂത് ഈ ചാനലിൽ സാധാരണ ചെയ്തു വരുന്ന ദൈവവചന പഠനത്തിനിടയിൽ സകല മനുഷ്യരോടും പറയുവാനുള്ള ദൈവത്തിന്റെ ഒരു പ്രേരണ കൊണ്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സത്യം മനസ്സിലാക്കുവാൻ, സത്യം അന്വേഷിക്കുവാൻ, ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ അവസ്ഥ എന്താകും എന്ന് ചിന്തിക്കുവാൻ, ഞാൻ എന്തിന് ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്നു എന്ന് ചിന്തിക്കുവാൻ, ഈ വളരെ മനോഹരമായി, ക്രമീകൃതമായി, അത്ഭുതകരമായി ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്ന ജ്ഞാനത്തിന്റെ ഉറവിടമായ സത്യ ദൈവത്തെ അറിയുവാൻ, ആ ദൈവത്തിന്റെ കരുണയുടെ, കൃപയുടെ, സ്നേഹത്തിന്റെ ആഴമായി മാനവജാതിക്ക് നൽകിയിരിക്കുന്ന രക്ഷകനായ യേശുക്രിസ്തുവിനെ അറിയുവാൻ, ആത്മരക്ഷ പ്രാപിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സത്യ അന്വേഷണത്തിലേക്ക്, ഈ വലിയ മുന്നറിയിപ്പ് നിങ്ങൾക്ക് കൈമാറിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വലിയ ആത്മരക്ഷ അവകാശമാക്കാതെ ഒരു വ്യക്തി പോലും ലോകത്തിൽ നിന്ന് മരിച്ച് മറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായ സംശയങ്ങളോ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷകളോ നിങ്ങൾക്ക് ഞങ്ങളോട് ഏത് സമയത്തും അറിയിക്കാവുന്നതാണ്. നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ഞങ്ങൾ എപ്പോഴും ഒരുക്കമുള്ളവരാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.